ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോൻ്റെ റെസിപ്പി എനിക്ക് കിട്ടിയത് ഏതോ ഭാഷ അറിയാത്തൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. ഒരു ബൗളെടുക്കുക. ആ ബൗളിൽ നമ്മൾ ആദ്യമായിട്ട് തയ്യാറാക്കേണ്ടത് ചോക്ലേറ്റ് സിറപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ, 1/4 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് വെള്ളം, ഒരു മൂടി വാനില എസൻസും ഒരു നുള്ള് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ ഇളക്കി എടുക്കുക. നമുക്ക് പഞ്ചസാരയ്ക്ക് പകരം വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സ്റ്റൗവിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കേണ്ടതാണ്. ഈ 5 മിനിറ്റ് നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ല പറഞ്ഞത് അടിപ്പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ നമുക്ക് നമ്മളെ ചോക്ലേറ്റ് സിറപ്പ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റാണ് നമുക്ക് വേണ്ടത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ന്യൂട്രി ചോയ്സിൻ്റെ ബിസ്ക്കറ്റാണ്. നമുക്ക് മേരി ഗോൾഡ്, ആറാറൂട്ട് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് സിറപ്പിൽ ആ ബിസ്ക്കറ്റ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളങ്ങനെ മിക്സ് ചെയ്ത് നമുക്ക് ഇങ്ങനൊരു ടെക്സ്ചറിൽ നമ്മളുടെ ചോക്ലേറ്റ് സിറപ്പും ബിസ്ക്കറ്റും കൂടിയിട്ടുള്ള ഒരു മിക്സ്ചർ കിട്ടും. ഇനി നമുക്ക് അടുത്തത് നമ്മളുടെ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് കളയാൻ പാടില്ല. ആ ബിസ്ക്കറ്റ് പാക്കറ്റിൽ നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റിൻ്റെയും ബിസ്ക്കറ്റിൻ്റെയും മിക്സ് അതിലോട്ട് ഫില്ല് ചെയ്തിട്ട് നമുക്കൊരു 1.5 to 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രീസ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ഒരു രീതി കിട്ടും. നമ്മൾ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് പൊട്ടിക്കുന്ന രീതി മാറി പറഞ്ഞാൽ ഇതിൻ്റെ രൂപവും മാറും. അപ്പോൾ നിങ്ങൾ പൊട്ടിക്കുമ്പം മേലെ കട്ട് ചെയ്തിട്ട് ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ ഇത് കിട്ടുന്നതാണ്. അതിനുശേഷം നമുക്കിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ റൗണ്ടിലാക്കിയിട്ട് കട്ട് ചെയ്യാം. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഐറ്റമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ.